അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ടു ദി പോയിൻ്റ് എന്ന നമ്മുടെ പ്രോഗ്രാമിലെ പുതിയ ഒരു എപ്പിസോഡിലാണ് നാം ഉള്ളത്. ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്ന വിഷയം പല ആളുകളും എന്നോടും എന്നെപ്പോലെ മതരംഗത്ത് പ്രവർത്തിക്കുന്നവരോടും പറയുന്നത് കേൾക്കാം. കമൻറ്റ് ബോക്സുകളിലൂടെയും അതേപോലെ തന്നെ വീഡിയോകളിലൂടെയും സ്പെഷ്യൽ പ്രോഗ്രാമുകളിലൂടെയും ഒക്കെ അവർ പറയുന്നത്, നിങ്ങൾ രാഷ്ട്രീയം പറയണ്ട, നിങ്ങൾ മതം പറഞ്ഞാൽ മതി, രാഷ്ട്രീയം ഞങ്ങൾ പറഞ്ഞുകൊള്ളാം. മതം പറയുന്ന ആളുകൾ രാഷ്ട്രീയം പറയേണ്ടതില്ല എന്നിങ്ങനെയുള്ള സംസാരങ്ങൾ നമുക്ക് കേൾക്കാം. അത്തരം ആളുകളോടുള്ള ചില ചോദ്യങ്ങളാണ് ഈ ഒരു പ്രോഗ്രാമിൽ നാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എൻ്റെ ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ രാഷ്ട്രീയം പറയരുത്, മതം പറഞ്ഞാൽ മതി എന്ന് പറയാനുള്ള നിങ്ങളുടെ അവകാശം എന്താണ്? കാരണം രാഷ്ട്രീയം പറയൽ ആരുടെയെങ്കിലും കുത്തകയാണോ? രാഷ്ട്രീയം ആരുടെയെങ്കിലും സ്വന്തമായ അവകാശമോ സ്വത്വമാണോ? എന്നിരിക്കെ മറ്റുള്ളവരോട് നിങ്ങൾ പറയേണ്ടതില്ല, ഞങ്ങൾ പറഞ്ഞുകൊള്ളാം എന്ന് പറയാനുള്ള നിങ്ങളുടെ അവകാശം എന്താണ്? അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്താണ്? നമുക്കത് മനസ്സിലായിട്ടില്ല. വിശദീകരിക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ രാഷ്ട്രീയം പറയേണ്ടതില്ല, മതം പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ടല്ലോ. എന്താണ് അതിന് മതപരമായ വല്ല വിലക്കുമുണ്ടോ? രാഷ്ട്രീയം പറയാൻ പാടില്ല ആളുകൾക്ക് എന്നതിന് മതപരമായ വിലക്കുണ്ടെങ്കിൽ അത് നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ബാധകമാണല്ലോ. മതപരമായൊരു വിലക്കാണെങ്കിൽ അത് മതം പറയുന്നവർക്ക് മാത്രമല്ല, മതമനുസരിച്ച് ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും അത് ഒരു ബാധ്യതയാണ്. അപ്പോൾ മതപരമായ വിലക്കുണ്ടായതുകൊണ്ടാണോ രാഷ്ട്രീയം പറയരുത് എന്ന് പറയുന്നത്? ഇനി പോകട്ടെ, മതം പറയുന്ന ആളുകൾ രാഷ്ട്രീയം പറയരുത്, മറിച്ച് രാഷ്ട്രീയം പറയേണ്ടത് മതവുമായി ബന്ധപ്പെടാത്ത ആളുകളാണ് എന്ന ഒരു നിയമവും മതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ തെളിവെവിടെ? അല്ലെങ്കിൽ മതം പറയുന്നവർ രാഷ്ട്രീയം പറയാൻ പാടില്ല എന്നതിൻ്റെ മതപരമായ തെളിവുകളെവിടെ? സമർത്ഥിക്കൂ. ഇല്ല എങ്കിൽ നിങ്ങൾ ഈ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? അതിന് എന്തു വിലയും നിലയുമാണ് നാം കൽപ്പിക്കേണ്ടത്? ഇനി ഇന്ത്യ രാജ്യത്ത് അങ്ങനെ വല്ല നിയമവുമുണ്ടോ? ഇന്ത്യൻ ഭരണഘടന അങ്ങനെ പറയുന്നുണ്ടോ? ഇന്ത്യയിൽ ഏതെങ്കിലും നിയമങ്ങൾ അങ്ങനെ പറയുന്നുണ്ടോ? മതവിശ്വാസികൾ അതല്ലെങ്കിൽ മതം പ്രബോധനം ചെയ്യുന്നവർ, മതപണ്ഡിതന്മാർ രാഷ്ട്രീയം പറയാൻ പാടില്ല എന്ന ഒരു നിയമം ഇന്ത്യ രാജ്യത്തുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് സമർത്ഥിക്കൂ, അത് കൊണ്ടുവരൂ. അങ്ങനെയൊന്നുണ്ടോ? അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ന്യായവാദങ്ങൾക്കും ഇതേപോലെയുള്ള പറച്ചിലുകൾക്കൊന്നും യാതൊരടിസ്ഥാനവുമില്ല എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. മാത്രമല്ല, ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതൊരു രാജ്യത്തും ജീവിക്കുന്ന വ്യക്തികൾക്ക് അവരുടേതായ രാഷ്ട്രീയമുണ്ട്. ഓരോ വ്യക്തികൾക്കും രാഷ്ട്രീയമുണ്ട് എന്ന് മാത്രമല്ല, എന്താണ് പൊളിറ്റിക്സ്, എന്താണ് രാഷ്ട്രീയം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അരിസ്റ്റോട്ടിൽ പറഞ്ഞതുപോലെ മാൻ ഈസ് എ പൊളിറ്റിക്കൽ ആനിമൽ, മനുഷ്യനൊരു രാഷ്ട്രീയ ജീവിയാണ് എന്നാണ്. കാരണം രാഷ്ട്രീയത്തെ മനുഷ്യൻ അവൻ്റെ വ്യക്തി ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല. അതേപോലെ തന്നെ മറ്റൊരു പ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ, വി ഓൾ ആർ പൊളിറ്റീഷ്യൻസ്, നമ്മളെല്ലാവരും രാഷ്ട്രീയക്കാരാണ്. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഭരണവും ഭരണീയരുമായി ഒരു രാജ്യവുമായി ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അതിൽ നിന്ന് മാറി നിൽക്കാൻ ഏത് വ്യക്തിക്കാണ് കഴിയുന്നത്? പ്രത്യേകിച്ചും ഇന്ത്യയെപ്പോലെയുള്ള ജനാധിപത്യ രാജ്യങ്ങളിൽ ഓരോ പൗരനും അവർക്ക് അവരുടേതായ രാഷ്ട്രീയ നിലപാടുകളുണ്ട്. അതിന് യാതൊരു തടസ്സവുമില്ല. അത് മതമുള്ളവർക്കും അല്ലാത്തവർക്കും, മതപണ്ഡിതന്മാർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും, അവർ ആ രാജ്യത്തെ പൗരന്മാരാണെങ്കിൽ അവർക്ക് അവരുടേതായ രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ട്, ചിന്താഗതികളുണ്ട്. ബാക്കിയുള്ളവർക്കെല്ലാം രാഷ്ട്രീയം എവിടെയും പറയാം, അതുമായി ബന്ധപ്പെട്ട് എന്തും പറയാം. എന്നാൽ മതപണ്ഡിതന്മാരോ മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരോ അത് പറയാൻ പാടില്ല എന്നുള്ളത് ചില തൽപര കക്ഷികളുടെ ജൽപ്പനങ്ങൾ മാത്രമാണ്. അത് പ്രത്യേകിച്ച് വിലപ്പോവാത്ത ഒരു വാദമാണ് എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ ജീവിയാണ് എന്ന് പറഞ്ഞല്ലോ. നമ്മുടെ നാട്ടിൽ ഞാൻ ചോദിക്കട്ടെ, ഈ രാഷ്ട്രീയം പറയാൻ മാത്രമാണോ പാടില്ലാത്തത്? അതല്ല രാഷ്ട്രീയം തന്നെ മതം പറയുന്നവർക്ക് പാടില്ല എന്നാണോ? ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്, ഒരാൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത് രാഷ്ട്രീയമാണ്, വോട്ട് ചെയ്യുന്നത് രാഷ്ട്രീയമാണ്. ഒരാൾ വോട്ട് ചെയ്യാൻ വേണ്ടി ഒരു പാർട്ടിയെ തിരഞ്ഞെടുക്കുമ്പോൾ അയാൾക്ക് അയാളുടേതായ ഒരു രാഷ്ട്രീയമുണ്ട്. അയാൾ വോട്ട് ചെയ്യാൻ വേണ്ടി ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ അയാൾക്ക് അയാളുടേതായ ഒരു രാഷ്ട്രീയമുണ്ട്.
ഇനി ഒരാളെയും തിരഞ്ഞെടുക്കുന്നില്ല, ഞാൻ രാഷ്ട്രീയത്തിൽ അതല്ലെങ്കിൽ വോട്ടിങ്ങിൽ ഞാൻ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ഒരാൾക്ക് പോലും അയാളുടേതായ ഒരു രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും തുല്യമാണ്. അതിൽ മതപണ്ഡിതന്മാർ മാറി നിൽക്കണം, മതം പറയുന്നവർ അതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് നിങ്ങൾക്ക് അഭിപ്രായമില്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ അവകാശമുള്ളതുപോലെ തന്നെ രാഷ്ട്രീയം പറയാനും അത്തരം ആളുകൾക്ക് യാതൊരു തടസ്സവുമില്ല. ഉണ്ടെന്ന് വല്ലവരും കരുതുന്നുണ്ടെങ്കിൽ അതൊരു വ്യാമോഹം മാത്രമാണ് എന്നാണ് അത്തരം ആളുകളോട് സൂചിപ്പിക്കുവാനുള്ളത്. ഇനി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കുന്നത് മതം എന്ന് പറയുന്നത് മനുഷ്യജീവിതത്തിൻ്റെ നിഖില മേഖലകളിലേക്കും ആവശ്യമായ മാർഗനിർദ്ദേശം നൽകുന്ന കാര്യമാണത്. വ്യക്തമായ മാർഗദർശനം മതത്തിനുണ്ട് എല്ലാ വിഷയങ്ങളിലും. രാഷ്ട്രീയം അതിൽ നിന്ന് ഒഴിവല്ല. അതുകൊണ്ട് തന്നെ മതപരമായ ഇടപെടലുകൾ രാഷ്ട്രീയത്തിൽ വേണം എന്ന് വിശ്വസിക്കുന്നവർക്ക് തീർച്ചയായും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടേണ്ടി വരും, സംസാരിക്കേണ്ടി വരും, അഭിപ്രായം പറയേണ്ടി വരും. അങ്ങനെ ഒരു ചിന്താഗതി ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവർ രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ടതില്ല. പക്ഷേ വ്യക്തമായും ആ രാഷ്ട്രീയ മേഖലകളിൽ മതത്തിന് അതിൻ്റേതായ മാർഗദർശനം നൽകാനുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെടുക തന്നെ ചെയ്യും. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, പൊളിറ്റിക്സ് എന്താണ് അല്ലെങ്കിൽ മതം എന്താണ്, ഇത് രണ്ടും അറിയാത്ത ആളുകളാണ് ഇതേപോലെ ഒരു അഭിപ്രായം പറയുക. രാഷ്ട്രീയം എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ മതം ഇടപെടേണ്ടതുണ്ട്, അതിൻ്റെ അനിവാര്യത ഏതൊരാൾക്കും ബോധ്യപ്പെടും. പൊളിറ്റിക്സ് എന്താണ് എന്ന് അതിൻ്റെ നിർവചനപ്രകാരം മനസ്സിലാക്കി കഴിഞ്ഞാൽ മതം അതിൽ അനിവാര്യമായൊരു ഘടകമാണ്. അതേപോലെ തന്നെ മതം എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായും ആ മതത്തിന് ഏതൊരു രാജ്യത്തും നിലനിൽക്കുവാൻ അതിൻ്റേതായ രാഷ്ട്രീയപരമായ മേഖലകളിൽ ഇടപെടേണ്ടതുണ്ട് എന്നതും വ്യക്തമാകുന്ന കാര്യമാണ്. അതുകൊണ്ട് മതവും രാഷ്ട്രീയവും എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മതം പറയുന്ന ആളുകൾ, മതപണ്ഡിതന്മാർ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെടുക തന്നെ ചെയ്യും. എന്നാൽ മതം എന്താണ് എന്നും അറിയില്ല, പൊളിറ്റിക്സ് എന്താണ് എന്നും അറിയില്ല, അത്തരമൊരവസ്ഥയിലുള്ളവരാണ് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളാരും രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ടതില്ല, അതൊക്കെ ഞങ്ങളുടേതാണ് എന്ന ധാർഷ്ട്യത്തോടു കൂടി സംസാരിക്കുക. അതിനൊന്നും യാതൊരു നിലയും വിലയും വിവേകമുള്ളവർ, വിവരമുള്ളവർ കൽപ്പിക്കുകയില്ല എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി രാഷ്ട്രീയത്തിൽ മതം ഒരു നിലക്കും ഇടപെടേണ്ടതില്ല, രാഷ്ട്രീയം പരിപൂർണമായും ഭൗതികമാണ് എന്നൊരാൾ വാദിക്കുന്നു എന്ന് കരുതുക. പൂർണ്ണമായും ഭൗതികമാണ്, അതിന് മതവുമായി, ധാർമ്മികതയുമായി, ആത്മീയതയുമായി യാതൊരു ബന്ധവും അതിനാവശ്യമില്ല എന്നൊരാൾ വാദിച്ചാലും അവിടെയും മതവിശ്വാസികൾക്ക് അതിൽ ഇടപെടുന്നതിൽ എന്താണ് പ്രശ്നം? മതപണ്ഡിതന്മാർക്ക് ഇടപെടുന്നതിൽ എന്താണ് പ്രശ്നം? തീർത്തും ഭൗതികമായൊരു കാര്യത്തിൽ ആളുകൾക്ക് അഭിപ്രായം പറഞ്ഞുകൂടെ? എന്ന് മാത്രമല്ല, ഏറ്റവും ധൈര്യത്തോടു കൂടി സ്വന്തം അഭിപ്രായം പറയാൻ പറ്റുന്ന മേഖല ഭൗതിക വിഷയങ്ങളാണല്ലോ. കാരണം മതപരമായ വിഷയത്തിൽ സ്വന്തമായ അഭിപ്രായങ്ങൾക്ക് അവകാശമില്ല. അത് വേദഗ്രന്ഥങ്ങളിലൂടെ, പ്രവാചകന്മാരിലൂടെ നൽകപ്പെടുന്ന സന്ദേശങ്ങളെ പിൻപറ്റുക മാത്രമേ നിർവാഹമുള്ളൂ. എന്നാൽ ഭൗതിക വിഷയത്തിൽ അങ്ങനെയല്ല. ഓരോരുത്തർക്കും അവരവരുടെ കാഴ്ചപ്പാടനുസരിച്ച് അഭിപ്രായം പറയാം. അത് തെറ്റിയാൽ യാതൊരു കുഴപ്പവുമില്ല. മതവിഷയങ്ങളിൽ തെറ്റുപറ്റാൻ പാടില്ല. എന്നാൽ ഭൗതിക വിഷയത്തിൽ ഓരോരുത്തർക്കും അവർ പഠിച്ചതും അവർ മനസ്സിലാക്കിയതും അവർ നിരീക്ഷിച്ചതും പറയാം. തെറ്റാണെങ്കിൽ അവർക്ക് തിരുത്താം. അത്രയേ ആ വിഷയത്തിലുള്ളൂ. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം പൂർണ്ണമായും ഭൗതികമാണ് എന്ന് വാദിച്ചാൽ പോലും അത്തരം വിഷയത്തിൽ ഇടപെടാനും അഭിപ്രായം പറയാനും യാതൊരു തടസ്സവും മതവിശ്വാസികൾക്കുമില്ല, അതേപോലെ തന്നെ മതം പറയുന്ന ആളുകൾക്കുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ഇവിടെ ഈ രാഷ്ട്രീയം പറയുന്ന ആളുകളുണ്ടല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മാത്രമാണ് രാഷ്ട്രീയം പറയാൻ അവകാശമുള്ളത് എന്ന് പറയുന്നവർ, നിങ്ങളാരും ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലൊന്നുമല്ലല്ലോ ഈ രാഷ്ട്രീയം പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിന് വിരുദ്ധമായ മറ്റൊരഭിപ്രായം മറ്റൊരാൾക്ക് പറയുന്നതിൽ യാതൊരു തടസ്സവുമില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ നിരീക്ഷണം, നിങ്ങളുടെ ബുദ്ധിശക്തി, നിങ്ങളുടെ വിജ്ഞാനം, നിങ്ങളുടെ വിവേകമനുസരിച്ച് നിങ്ങൾ പറയുന്നു. നിങ്ങളെക്കാൾ വിവരമുള്ളവർ ഉണ്ടാവുകയില്ലേ? നിങ്ങളെക്കാൾ വിദ്യാഭ്യാസമുള്ളവരുണ്ടാവുകയില്ലേ? നിങ്ങളെക്കാൾ നിരീക്ഷണ പാഠവുമുള്ളവരുണ്ടാവുകയില്ലേ? അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഞങ്ങളാണ് കൈകാര്യം ചെയ്യേണ്ടത്, നിങ്ങൾക്കത് കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒരു ശരിയായ നിലപാടല്ല. അത് ഏതുപോലെ എന്ന് ചോദിച്ചാൽ, ചില തൽപര കക്ഷികൾ പറയുന്നുണ്ടല്ലോ, മുസ്ലിമീങ്ങളിൽ നിന്ന് പ്രധാനമന്ത്രി ഉണ്ടാവരുത്, അത് അപകടമാണ്. മുസ്ലിമീങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി ഉണ്ടാവരുത്, മുസ്ലിമീങ്ങളിൽ നിന്ന് ആഭ്യന്തരമന്ത്രിമാരുണ്ടാവരുത്. ഇങ്ങനെ മുസ്ലിമീങ്ങളിൽ നിന്നാരും ഈ രാഷ്ട്രീയത്തിൻ്റെ പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് വരരുത് എന്ന് വാദിക്കുന്ന വർഗീയതയുടെ, തീവ്രതയുടെ വക്താക്കളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അതിൻ്റെ മറ്റൊരു വേർഷനാണ് മതപണ്ഡിതന്മാരും മറ്റുമൊന്നും രാഷ്ട്രീയം പറയരുത്, അതൊക്കെ ഞങ്ങളുടെ ഒരു കുത്തകയാണ് എന്ന് പറയൽ. രണ്ടും ഏകദേശം ഒരേ നിലവാരമാണുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഒരാൾക്ക് വോട്ട് ചെയ്യാമെങ്കിൽ, ഒരാൾക്ക് മന്ത്രിയായി അതല്ലെങ്കിൽ MLA ആയി അതേപോലെയുള്ള സ്ഥാനങ്ങളിലേക്കൊക്കെ ഒരാൾക്ക് മത്സരിക്കാമെങ്കിൽ, അത് രാഷ്ട്രീയമാണെങ്കിൽ അതിൽ മതപണ്ഡിതന്മാർക്കും അതിൽ ഭാഗവാക്കാവാം, അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ പറയാം. അതിനൊന്നും യാതൊരു തടസ്സവുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ചില ആളുകളുടെ ഒരു ധാരണയാണ് ഈ മതരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മതപണ്ഡിതന്മാർക്കും രാഷ്ട്രീയം അറിയില്ല എന്നുള്ളത്, അവർക്ക് ഭൗതികമായ കാര്യങ്ങൾ അറിയില്ല എന്നുള്ളത്. അവരോട് നമുക്ക് പറയാനുള്ളത്, അത് നിങ്ങളുടെ ഒരു വ്യാമോഹവും ഒരു പൂതിയും ഒരു ആഗ്രഹവും മാത്രമാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, 8 മടക്കി പോക്കറ്റിൽ വച്ചാൽ മതി. നിങ്ങൾ എല്ലാവരും രാഷ്ട്രീയം നിരീക്ഷിക്കുന്നത് എങ്ങനെയാണോ അതേപോലെ നിരീക്ഷിക്കാൻ കഴിവുള്ളവരാണ്. ഒരു വേള അതിനേക്കാൾ നിങ്ങളെക്കാളെല്ലാം രാഷ്ട്രീയ വിഷയത്തിൽ തികഞ്ഞ കാഴ്ചപ്പാടുള്ള ആളുകളാണ് മതത്തിൽ അറിവുള്ള ആളുകൾ. കാരണം അവരുടെ നിരീക്ഷണങ്ങളെ അവർ രൂപീകരിക്കുന്നത് പോലും മതത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ്. വ്യക്തമായ മാർഗദർശനത്തിൻ്റെ പിൻബലത്തോടു കൂടിയാണ് അവർ രാഷ്ട്രീയമായ വിഷയങ്ങളിലും നിരീക്ഷണങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കാളൊക്കെ വളരെ നല്ല മനോഹരമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുവാൻ മതപണ്ഡിതന്മാർക്ക് സാധിക്കും. നിങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം പരിശോധിക്കൂ. വലിയ വലിയ പണ്ഡിതന്മാരായ ആളുകൾ, ഖുർആനിന് തഫ്സീർ എഴുതിയ ആളുകൾ, മൗലാനമാരായിട്ടുള്ള ഉസ്താക്കന്മാരായിട്ടുള്ള ആളുകളൊക്കെ സ്വാതന്ത്ര്യ സമരത്തിലും അതേപോലെയുള്ള രാഷ്ട്രീയ വിഷയങ്ങളിലും മുൻപന്തിയിലുണ്ടായിരുന്ന ആളുകളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും അതേപോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും തലപ്പത്ത് നിന്ന് നയിച്ച ആളുകളിൽ വലിയ മതപണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്, മതപ്രബോധകന്മാരുണ്ടായിട്ടുണ്ട്. ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ മതപരമായ അറിവോ മറ്റോ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനൊരു തടസ്സമല്ല എന്ന് മാത്രമല്ല, പലപ്പോഴും ശ്രദ്ധേയമായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുവാൻ മതപണ്ഡിതന്മാർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പിന്നെ മതം പറയുന്നവർ രാഷ്ട്രീയം പറയേണ്ടതില്ല എന്ന് പലരും മുറവിളി കൂട്ടാനുള്ള കാരണം, പലപ്പോഴും മതപണ്ഡിതന്മാർ അവരുടെ രാഷ്ട്രീയ നിരീക്ഷണങ്ങളെ വളരെ വ്യക്തമായ തെളിവുകളുടെയും കാഴ്ചപ്പാടുകളുടെയും അടിസ്ഥാനത്തിൽ അവതരിപ്പിക്കുമ്പോൾ പലപ്പോഴും ബാഹ്യമായി മാത്രം രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്ന ആളുകൾക്ക് അവരെ ഗണ്ഡിക്കാൻ കഴിയാതെ പോവുകയാണ്, അവർക്ക് മറുപടി പറയാൻ കഴിയാതെ പോവുകയാണ്. അപ്പോൾ ആ ജാള്യത, ആ തോൽവി മറച്ചു വെക്കാൻ വേണ്ടി പറയുന്ന വാദമാണ് നിങ്ങളാരും രാഷ്ട്രീയം പറയണ്ട. കാരണം അവർ രാഷ്ട്രീയം പറയുമ്പോൾ അതിൻ്റെ ശക്തിയും അതിൻ്റെ മൂർച്ചയും അതിനെ പ്രതിരോധിക്കാൻ തൽപര കക്ഷികൾക്ക് സാധിക്കാതെ പോകുന്നു. അപ്പോൾ അവർ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന, ജാള്യത മറച്ചു വെക്കാൻ വേണ്ടി പറയുന്ന, പരാജയം മറച്ചു വെക്കാൻ വേണ്ടി പറയുന്ന ഒരു വാദം മാത്രമാണ് നിങ്ങളാരും രാഷ്ട്രീയം പറയേണ്ട, അതൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊള്ളാമെന്നുള്ളത്. അതൊരു വ്യാമോഹമാണ്, അതൊരു പൂതി മാത്രമാണ്. മതപണ്ഡിതന്മാരും മതപ്രബോധകന്മാരും ഒരു രാജ്യത്തിലെ പൗരന്മാർ എന്നുള്ള നിലക്കും അതേപോലെ തന്നെ മതം എന്നുള്ളത് ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും ഇടപെടേണ്ടുന്ന മാർഗദർശനം ഉൾക്കൊള്ളുന്നതാണ് എന്ന് കൃത്യമായി വിശ്വസിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലും ഭൗതികമായി നോക്കിയാലും മതപരമായി നോക്കിയാലും മതപണ്ഡിതന്മാരും മതപ്രബോധകന്മാരും രാഷ്ട്രീയത്തിൽ ഇടപെടുക തന്നെ ചെയ്യും. അതിനെതിരെ എത്ര തന്നെ ആരൊക്കെ ശബ്ദമുണ്ടാക്കിയാലും ബഹളമുണ്ടാക്കിയാലും യാതൊരു കാര്യവും അതുകൊണ്ട് ഉണ്ടാവുകയില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.